ജീവിതത്തിൽ നമ്മൾ പലതരം ആളുകളെ കണ്ടുമുട്ടാറുണ്ടല്ലേ. ചിലർ എളുപ്പത്തിൽ ഒത്തുപോകുന്നവരായിരിക്കും, എന്നാൽ ചിലർ നമ്മളുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ചില ആളുകൾ നമ്മുടെ ഊർജം ചോർത്തുകയും മാനസിക സമാധാനം കെടുത്തുകയും ചെയ്യും. ഒരു ഓഫീസിലായാലും വീട്ടിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും ഈ വെല്ലുവിളി നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അവരുടെ പെരുമാറ്റം ചിലപ്പോൾ നമ്മളെ ദേഷ്യം പിടിപ്പിക്കും, അല്ലെങ്കിൽ നിരാശപ്പെടുത്തും, അല്ലെങ്കിലോ ആശയക്കുഴപ്പത്തിലാക്കും. എന്നാൽ ഒരു രഹസ്യമുണ്ട്. ഈ ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി ഇത് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. കടുപ്പമുള്ള ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള യഥാർത്ഥ രഹസ്യം അവരിലല്ല, നമ്മളിലാണുള്ളത്. അവരുടെ പെരുമാറ്റത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷേ ആ പെരുമാറ്റത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ്. ഒരാൾ നമ്മളോട് മോശമായ രീതിയിൽ പെരുമാറുമ്പോൾ അവരുടെ പെരുമാറ്റത്തിന് പിന്നിൽ എന്തായിരിക്കും കാരണമെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാൻ പറ്റും. ഒരുപക്ഷെ അവരൊരു സമ്മർദ്ദത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഭയത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കാം. അവരുടെ പ്രവൃത്തികളെ വ്യക്തിപരമായി എടുക്കാതിരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം കൂടുതൽ ശാന്തവും ഫലപ്രദവുമാകും. രണ്ടാമത്തെ കാര്യം വ്യക്തമായ അതിരുകൾ സ്ഥാപിക്കുക എന്നതാണ്. മറ്റൊരാളുടെ മോശം പെരുമാറ്റത്തെ നിങ്ങൾ എവിടെ വരെ സഹിക്കും എന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടായിരിക്കണം. നിങ്ങളുടെ സമയത്തിനും ഊർജത്തിനും വേണ്ട അതിരുകൾ നിശ്ചയിക്കണം. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളോട് അനാദരവോടെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റണം: ദയവായി എന്നോട് കുറച്ചുകൂടി ബഹുമാനത്തോടെ സംസാരിക്കുക. അത് നിങ്ങളെ സ്വയം ബഹുമാനിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെ അതിരുകൾ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. മറ്റൊരാൾ എന്താണ് ചിന്തിക്കുന്നതെന്നോ ചെയ്യുന്നതെന്നോ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ ആ സാഹചര്യത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, എന്ത് തിരഞ്ഞെടുക്കുന്നു, എങ്ങനെ ആശയവിനിമയം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. നാലാമത്തെ കാര്യം, നിങ്ങൾ എവിടെയൊക്കെ പ്രതികരിക്കണമെന്ന് മനസ്സിലാക്കുക എന്നതാണ്. എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടേണ്ടതില്ല. ചിലപ്പോൾ ഏറ്റവും മികച്ച പ്രതികരണം പ്രതികരിക്കാതിരിക്കുക എന്നതാണ്. ചില കാര്യങ്ങൾ വിട്ടുകളയുക, പ്രത്യേകിച്ച് അവ നിങ്ങളുടെ സമയമോ ഊർജമോ അനാവശ്യമായി പാഴാക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി വിടുന്നതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് സ്വാധീനത്തിൽ നിന്ന് സ്വയം ദൂരം പാലിക്കുന്നത് ഏറ്റവും നല്ല മാർഗമാണ്. ഇത് ശാരീരിക ദൂരമോ വൈകാരികമായ ദൂരമോ ആകാം. ഈ വിഷയം നിങ്ങളുടെ സമയത്തിനും ഊർജത്തിനും വേണ്ടി പോരാടാൻ അർഹമാണോ എന്ന് സ്വയം ചോദിക്കുക. ചെറിയ പ്രശ്നങ്ങളിൽ വഴക്കിന് പോകാതെ വിട്ടുകൊടുക്കുന്നത് ചിലപ്പോൾ വലിയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. സാഹചര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അതിനോടുള്ള നമ്മുടെ മനോഭാവം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നെഗറ്റീവ് ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് എന്ത് പഠിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത്. മറ്റൊരാളുടെ പെരുമാറ്റം മാറ്റാൻ ശ്രമിക്കുന്നത് പലപ്പോഴും നിരാശയിലേക്കും സമ്മർദ്ദത്തിലേക്കും നയിക്കും. ആ ശ്രമം ഉപേക്ഷിച്ച് നിങ്ങളുടെ പ്രതികരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദേഷ്യം, നിരാശ, സങ്കടം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ തിരിച്ചറിയുകയും അവയെ ആരോഗ്യകരമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുക. ഒരു ദീർഘശ്വാസം എടുക്കുക, അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്ന് അല്പം മാറി നിൽക്കുക എന്നിവയൊക്കെ ഇതിന് സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടുമുട്ടുന്ന ഒരു സാധാരണ കാര്യമാണ്. എന്നാൽ അവരുടെ പെരുമാറ്റം നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും കവർന്നെടുക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഓർക്കുക, യഥാർത്ഥ നിയന്ത്രണം നിങ്ങളുടെ പ്രതികരണത്തിലാണ്. സഹാനുഭൂതിയോടെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എവിടെ വരെ സഹായിക്കാൻ കഴിയുമെന്ന് വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കുക. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒപ്പം എല്ലാ വഴക്കുകളിലും ഇടപെടാതെ വിട്ടുകളയാൻ പഠിക്കുക. ഈ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശാന്തവും ആത്മവിശ്വാസവുമുള്ള വ്യക്തിയായി മാറാൻ വേണ്ടി സാധിക്കും. മറ്റുള്ളവരുടെ പെരുമാറ്റം നിങ്ങളുടെ മാനസികാവസ്ഥയെ നിർവചിക്കുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താനും സമ്മർദ്ദം കുറയ്ക്കാനും കൂടുതൽ സന്തുഷ്ടമായൊരു ജീവിതം നയിക്കാനും സഹായിക്കും. മാറ്റം അവരിലല്ല, നമ്മളിലാണ് ആരംഭിക്കേണ്ടത്. ഈ തന്ത്രങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് ഒരു പരിശീലനത്തിലൂടെയാണ്. ഓരോ തവണയും നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ ഈ തത്വങ്ങൾ ഓർമ്മിക്കുകയും അവ പ്രയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇത് നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും കൂടുതൽ സന്തുഷ്ടവും സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.